പല ആളുകളും ചെയ്യുന്നത് എന്താണ്? വലിയ വലിയ മുസീബത്തുകൾ വന്നാൽ മാത്രം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് ഇസ്തിയാന നടത്തും. എന്നാൽ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളൊന്നും അതൊന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളും, ബാക്കിയുള്ള കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളാണ് അള്ളാഹു ചെയ്യേണ്ടത് എന്നൊരു ധാരണയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കാണാം, വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരമത്രം പോലും എൻ്റെ കാര്യം റബ്ബേ നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിൻ്റെ തൗഫീഖ് ഇല്ലാതെ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും റബ്ബേ എനിക്ക് നിൻ്റെ തൗഫീഖ് വേണം, നീ സഹായിക്കണമേ എന്നാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും അവരുടെ ആദത്ത് എന്താണ്? വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. കാരണം എന്താണ്? അത് നമ്മുടെ ശീലമായിട്ടുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ആദത്തല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളോടത് മറന്നു പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ആദത്താക്കി മാറ്റണം, നമ്മുടെ പതിവാക്കി മാറ്റണം. ഏത് വിഷയത്തിലും ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുആ ചെയ്യാൻ തോറ്റുപോയവൻ എല്ലാത്തിലും തോറ്റുപോകുമെന്നാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിനോട് പറയണം. അള്ളാഹു പറയുന്നത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ്, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. അതുകൊണ്ട് ഏത് പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം നൽകും. എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയുക, മറന്നു പോവാതിരിക്കുക.